ന്യൂസ് 18 വാർത്തയിൽ ഭക്ഷ്യമന്ത്രിയുടെ ഇടപെടൽ. ആലപ്പുഴയിൽ സപ്ലൈകോ പ്രവർത്തിക്കുന്ന കെട്ടിട ഉടമയ്ക്ക് വർഷങ്ങളായി വാടക കുടിശ്ശിക വരുത്തിയ സംഭവം പരിശോധിക്കുമെന്നുമാണ് മന്ത്രി GR അനിൽ ന്യൂസ് 18നോട് പറഞ്ഞത്. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. നാളെ തന്നെ പരിഹാരം കാണുമെന്ന് മന്ത്രി ന്യൂസ് 18നോട് പറയുന്നു. ശരണ്യ സ്നേഹിതൻ നമുക്കൊപ്പം ചേരുന്നു. ശരണ്യ, മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു ഉറപ്പ് നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഈ ഉറപ്പ് എത്ര കണ്ട് വിശ്വസനീയമാണ്? എങ്ങനെ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകും? നമുക്ക് ആ ഉറപ്പ് വിശ്വാസം എടുക്കാമോ? എന്താണ് ഇത് സംബന്ധിച്ച് ആ കെട്ടിട ഉടമയുടെ പ്രതീക്ഷ? സജിത്ത്, നമ്മൾ ഇപ്പോഴും മണ്ണഞ്ചേരി സപ്ലൈകോയ്ക്ക് മുന്നിൽ ഷിഹാബിനൊപ്പം ഇവിടെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വിഷയം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ പെടുത്തിയിരുന്നു. തുടർന്നാണ് മന്ത്രി GR അനിൽ ഈ വിഷയത്തിൽ അടിയന്തരമായൊരു നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് കൊച്ചിയിലെ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അവരെല്ലാം ഉള്ളത് അവിടെയാണ്. അതിനുശേഷം നാളെ ഈ വിഷയത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധവുമായിരിക്കുന്ന ഷിഹാബ് നമ്മളോടൊപ്പം. ഇതിനകത്ത് ഏറ്റവും നമുക്ക് പറയാൻ കഴിയുന്ന സന്തോഷകരമായ കാര്യമെന്ന് പറയുന്നത് മന്ത്രിയുടെ വാക്ക്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ പ്രാവർത്തികമായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 2 തവണ നമ്മളെ തന്നെ സപ്ലൈകോയുടെ ഹെഡ് ഓഫീസുകളിൽ നിന്നും 2 തവണ ന്യൂസ് 18 വാർത്താ സംഘത്തെ തന്നെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് പണം എത്രയും പെട്ടെന്ന് നൽകുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ ഷിഹാബിനെ തന്നെ എറണാകുളത്തു നിന്നുള്ള സപ്ലൈകോയുടെ ഉന്നത ഉദ്യോഗസ്ഥൻ വിളിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ നൽകിയ ഉറപ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ഷിഹാബ് തന്നെ പറയും. എന്താണ് അദ്ദേഹം അറിയിച്ചത്? എറണാകുളത്ത് നിന്ന് വിളിച്ചു പറഞ്ഞ സാറ് പറഞ്ഞത് പെൻഡിങ് ഉള്ളത് ഉടനെ തന്നെ ക്ലിയർ ചെയ്ത് തന്നേക്കാം. കെട്ടിടം ഒഴിഞ്ഞുതരാനുള്ള നടപടികളും 15 ദിവസത്തിനുള്ളിൽ അല്ലെ 1 മാസത്തിനുള്ളിൽ അതും ചെയ്തു തരാമെന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ന്യൂസ് 18നെ വിളിച്ച് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണിപ്പം എനിക്കറിയാൻ സാധിച്ചത്. അതിലേറെ വളരെ സന്തോഷമുണ്ട്. അവര് പറഞ്ഞത് ഇപ്പോ ഈ പണം തരുന്നതിനൊരു സമയപരിധി പറഞ്ഞു. എന്താണ് സമയപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേറ്റ്മെന്റ് നോക്കണം. അതായത് നിലവിൽ ഓരോ മാസം ചില മാസം, അതായത് ഈ മാസം ഇട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അക്കൗണ്ടിൽ കയറാറില്ല, വീണ്ടും അടുത്ത മാസം, അങ്ങനെയുള്ള ഈ കഴിഞ്ഞിട്ട് അങ്ങേ മാർച്ച് മുതലുള്ള ഓരോ പെൻഡിങ്ങിലാണ് ഞാൻ ഈ പറയുന്ന ഈ 4 മാസവും ഈ എഗ്രിമെന്റ് തീർന്നിട്ടുള്ള ഈ മാസവും കൂടെ 5 മാസം ഞാൻ പറയുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റേറ്റ്മെന്റ് കൂടെ ഇപ്പോൾ വിളിച്ച് എറണാകുളത്ത് നിന്ന് വിളിച്ച് സാറ് പറഞ്ഞ് നോക്കിയിട്ട് ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. പണം തരാമെന്ന് പറഞ്ഞു. നാളത്തേക്ക് ക്ലിയർ ചെയ്ത് തരാമെന്നാണ് ഉറപ്പ് പറഞ്ഞിരിക്കുന്നത്. ഷിഹാബ് പറയുന്ന സമയത്ത് അവർ ഇവിടുന്ന് ഒഴിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിന് ഒരു പരിഹാരത്തിലേക്ക് കടക്കുകയാണ്. പരിഹാരത്തിലേക്ക് എത്തിയതിന് ന്യൂസ് 18നോട് വളരെയേറെ നന്ദിയുണ്ട്. ഈ ഒരു കാര്യം എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് ഈ ന്യൂസ് 18ന്റെ ചാനലിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. അതിന് സജിത്ത്, നമ്മള് ഇവിടെ ഇതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളും ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ ഇരിക്കുകയാണ്. കാരണം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നമ്മളെ ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹം നമ്മളോട് രാവിലെ അറിയിച്ചതുപോലെ തന്നെ മന്ത്രി GR അനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഇടപെടൽ വളരെ വേഗത്തിൽ നിന്നുണ്ടാകുന്നുണ്ട്. ഹെഡ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ നമ്മളെ ഉൾപ്പെടെ 2 തവണ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പലതവണ നമ്മളെ വിളിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും ഡീറ്റെയിൽസും എടുത്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ സപ്ലൈകോയുടെ ഉന്നത ഉദ്യോഗസ്ഥനായ ദീപു ഷിഹാബിനെ നേരിട്ട് വിളിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ അവരുടെ കണക്ക് പരിശോധിച്ചപ്പോൾ ഡിസംബറിൽ പണം വന്നതായി കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിന് മുമ്പുള്ള പെൻഡിങ്ങും ഉണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് കൂടി കാണിച്ച് വിഷയം അത്തരം നീക്കുപോക്കുകൾ കൂടി ധാരണയായി ബോധ്യമായാൽ ഉടൻ തന്നെ നാളെ തന്നെ പണം ഇട്ട് നൽകുമെന്നുള്ള കാര്യം സപ്ലൈകോയുടെ ഓഫീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഈ കെട്ടിടം ഷിഹാബ് പറയുന്ന കാലയളവിൽ തന്നെ ഒഴിഞ്ഞു നൽകും എന്നുള്ള ഉറപ്പും ഈ സപ്ലൈകോ ഓഫീസിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെ കുറച്ച് നേരത്തെ പരിഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്തരം അദ്ദേഹത്തിന്റെ സിബിൽ സ്കോർ, ഒരു സംരംഭകരാണ്, എന്നിട്ട് മുൻ പ്രവാസിയും കൂടിയാണ്, അദ്ദേഹത്തിന്റെ ഈ ഒരു ലോൺ ടോപ്പപ്പ് പോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഒരു സിബിൽ സ്കോറിനെ വരെ ബാധിക്കുന്ന രീതിയിൽ RR റവന്യൂ റിക്കവറി നോട്ടീസിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഈ വിഷയം എത്തില്ലായിരുന്നു. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇത്തരത്തിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമത്തിന്റെ ഒരു ഇടപെടൽ വേണ്ടി വന്നു അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എന്നുള്ളതാണ്. എന്തായാലും ഈ ബാങ്കിൽ ഈ കെട്ടിടം മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താൽ കുറച്ചുകൂടി കൂടുതൽ വരുമാനം കിട്ടിയാൽ അദ്ദേഹത്തിന് ഈ ബാങ്കിലേക്കുള്ള വായ്പ തിരിച്ചടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഈ റവന്യൂ റിക്കവറി നോട്ടീസുകൾ വന്നതുകൊണ്ട് തന്നെ അത് രേഖപ്പെടുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ നമുക്കറിയാം
സിബിൽ സ്കോറിനെ വളരെ നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും. പക്ഷെ എന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ എങ്കിലും ഇത് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ പിടിച്ചു കയറാനാകുമെന്നൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ ഈ ഇടപെടൽ കൊണ്ട് എനിക്ക് മനസ്സിന് വളരെയേറെ സന്തോഷം തന്നെയാണ് തോന്നുന്നത്. എന്തായാലും ഈ ഇരിപ്പ് നമുക്ക് ഷിഹാബിന് ഉടനെ അവസാനിപ്പിക്കാൻ കഴിയും. കഴിയും. ഇപ്പൊ മന്ത്രി തന്നെ ഇപ്പം ചാനലിൽ വിളിച്ച് പറഞ്ഞല്ല, ആ ഒരു ഉറപ്പിന്റെ ധൈര്യത്തിൽ ഞാനിപ്പം ഈ പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് മുന്നോട്ട് പോയിക്കോളായി. അതാണ് സജിത്തെ, അത്തരം സന്തോഷകരമായ നിമിഷങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ശരി, എന്തായാലും ഒരു മാധ്യമ ദൗത്യം വിജയം കാണുന്നു എന്നതാണ് ഞങ്ങൾക്കും സന്തോഷം നൽകുന്നത്. ആ ഷിഹാബ് എന്ന സംരംഭകന് കേരളം വലിയ സംരംഭ വർഷമായി ആഘോഷിക്കുന്ന സംരംഭകരെ കൊണ്ടുവരാൻ വലിയൊരു സമ്മേളനം നടത്തുന്ന ഈ ദിവസം തന്നെ ഇത്തരമൊരു ആക്ഷേപം ആലപ്പുഴയിൽ നിന്നുണ്ടാവുകയും ഒടുവിൽ അതിലൊരു ഇടപെടലും അതിൽ പരിഹാരവുമാണ്. എന്തായാലും നാളെ തന്നെ ആ പണം ആ സംരംഭകന് അദ്ദേഹത്തിന് കിട്ടുമെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ അതൊരു മികച്ച മാതൃക കൂടിയായി മാറുകയാണ്. ഇടത് തൊഴിലാളി സംഘടനയായ CITUവിൻ്റെ അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ഹോമിയോ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഹോംകോയുടെ പ്രവർത്തനം സ്തംഭനത്തിലേക്ക് പോയി. സംസ്ഥാന സർക്കാരിന് കീഴിലെ സഹകരണ സ്ഥാപനമായ ആലപ്പുഴയിലെ ഹോംകോയിൽ 3 ദിവസം പിന്നിട്ട തൊഴിലാളികളുടെ സമരം ഒത്തുതീർപ്പാക്കാതെ ഉപരോധത്തിലേക്ക് നീങ്ങുകയാണ്. മാനേജ്മെന്റിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെന്ന് ആരോപിച്ചാണ് CITUവിൻ്റെ അനിശ്ചിതകാല സമരം അവിടെ നടക്കുന്നത്. ആരോഗ്യമന്ത്രിയുമായി ചർച്ച തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് മാറ്റിവെച്ചതോടെ തൊഴിലാളികൾ പ്രതിഷേധം കടുപ്പിക്കുകയായിരുന്നു. ഹോംകോ മാനേജ്മെന്റ് നീതി പാലിക്കുക. തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കുക. ഹോംകോയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു അനിശ്ചിതകാല സമരം. CITUവിന്റെ നേതൃത്വത്തിൽ പകുതിയിലധികം തൊഴിലാളികളും സമരത്തിലാണ്. വർഷത്തിൽ 12 കോടി ലാഭവും 42 കോടി ടേൺ ഓവറുമുള്ള സ്ഥാപനം തൊഴിലാളി വിരുദ്ധ സമീപനമാണ് കൈക്കൊള്ളുന്നതെന്ന് ജീവനക്കാർ ആരോപിക്കുന്നു. അധികാരികളെ കേട്ടോളൂ, അധികാരികളെ കേട്ടോളൂ. പോരാട്ടത്തിൻ നാളുകളിൽ നേടിയെടുത്തവ സംരക്ഷിക്കാൻ. നിലവിൽ ഇവിടെയുള്ള 143 തൊഴിലാളികളിൽ 28 പേരെ മാത്രമാണ് സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർ 16ഉം 19ഉം വർഷക്കാലമായി താൽക്കാലിക ജീവനക്കാരായി തുടരുകയാണ്. സീനിയോറിറ്റി പട്ടിക പ്രകാരം താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതും പ്രൊമോഷൻ പോളിസി നടപടികൾ ഉൾപ്പെടെയുള്ള സർക്കാർ നിലപാടുകൾ വൈകുന്നതിലും പ്രതിഷേധിച്ചാണ് CITU ഹോംകോ എംപ്ലോയീസ് യൂണിയൻ സമരം തുടങ്ങിയത്. ചർച്ച നടത്താമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 7-ാം തീയതിയോ അതിനുശേഷമോ യാതൊരുവിധ ചർച്ചക്കുള്ള നീക്കങ്ങളും നടന്നില്ല. ബന്ധപ്പെട്ടപ്പോൾ ചർച്ച ഇങ്ങനെ നീണ്ടുപോകുന്നതിനെ സംബന്ധിച്ചുള്ള ഇടപെടലാണ് ഉണ്ടായത്. 3 ദിവസം കഴിഞ്ഞിട്ടും സമരം ഒത്തുതീർപ്പാക്കാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായിട്ടില്ല. തീരുമാനമുണ്ടാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. മാനേജ്മെന്റ് തലത്തിലെ ജീവനക്കാർ കൂടി സമരത്തിൽ നിന്ന് പങ്കാളികളാകുന്നതോടെ സ്ഥാപനം ഏറെക്കുറെ നിശ്ചലമാകും.